ആ കാലഘട്ടത്തിലെ സിനിമയിൽ അമ്മ, മകള്, അനിയത്തി, പെങ്ങള്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സമസ്ത തലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പൊന്നമ്മ ചേച്ചി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ല അത് അയ്യോ, ഞാനൊരിക്കൽ കോഴിക്കോട് എവിടെയോ വെച്ച് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാർട്ടിക്ക് അച്ഛനില്ല അമ്മയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ പല സിനിമ കാണുമ്പോഴും ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. പെണ്ണിപ്പോൾ ഒരു പാട്ട് പാടാനൊരു പെണ്ണ് വേണമല്ലോ, അതും ചിലപ്പോൾ തോന്നുന്നില്ല. ഒരു ഷോക്കേസിൽ വെക്കാനുള്ളൊരു സാധനം മാത്രമാണ്. പെണ്ണുങ്ങൾ വേണ്ടല്ലോ, പെണ്ണുങ്ങളെ വേണ്ട. ജനം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കണം ഇല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമയൊന്നും ചേച്ചി പോയി കാണാറില്ല? ഇഷ്ടമല്ല? ഇല്ല, കാണില്ല. മറ്റേ ഞങ്ങളുടെ അയൽക്കാരൻ നിവിൻ പോളി അഭിനയിച്ച ഒരു സിനിമ കണ്ടു ഞാൻ. എന്താണ് നേരം. നല്ല സിനിമയായിരുന്നു. പക്ഷെ ബാക്കി സിനിമകളോടൊന്നും താല്പര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫഹദ് ഫാസിലിനെയാണ്. നല്ല റേഞ്ചുള്ള നടനാണ്. അല്ല, ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്. നിവിൻ പോളിയുടെ സിനിമ കണ്ടു, പക്ഷെ ന്യൂ ജനറേഷൻ സിനിമ കാണില്ല എന്നൊരു വാശിദിന. അങ്ങനെയല്ല, കാണാൻ തോന്നുന്നുണ്ടേ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചേച്ചി അടിസ്ഥാനപരമായിട്ട് നാട്ടുമ്പുറത്ത് കയറി, അതല്ലെങ്കിൽ വീണ്ടും വന്ന് ഈ ആലുവാപ്പുഴ തീരത്തിൽ വീട് വെച്ച് ആ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, നോക്കാം. എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ചേച്ചിയുടെ കുറേ മക്കൾ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു ചെന്നൈയിലുള്ള സമയത്ത്. ഇപ്പോഴും അവരെല്ലാം ഉണ്ടോ കൂട്ടത്തിൽ? മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമല്ലോ ചേച്ചിക്ക്. പട്ടിക്കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഇപ്പോഴും സുരക്ഷിതമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും പോയി. ഒരാളുണ്ട്, ലാസ്റ്റ് വൺ. അവന് 13 പട്ടിയും പക്ഷിയൊക്കെ ഉണ്ട്. പക്ഷിയില്ല. അത് 6:30 മണിയാകുമ്പോൾ അവിടെ ഉണ്ട് എല്ലാവരും. കാക്കകളും പ്രാവുകളും കുരുവികളും എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ ഇതല്ലേ? ഇതാ വീട്. ഈ വീട്ടിലെ പ്രതിഷ്ഠയാണ് ചേച്ചി. അവിടെ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പുറത്ത്. അങ്ങനെ ആലുവാപ്പുഴ തീരത്ത് വന്നിട്ടൊരു വീട് പണിയണമെന്നും പഴയ ആഗ്രഹമാണ്. അത് സഫലമായി. അല്ല, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആലുവ പാലസിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് ശിവൻ്റെ അമ്പലത്തിലേക്ക് നടന്നു പോകാം. ഉരുളങ്കല്ലും നല്ല തെളിഞ്ഞ വെള്ളവും. ഇപ്പം അതിൻ്റെ ആഴമൊന്നും പറയാനേ പറ്റില്ല, അത്രയ്ക്കിതായി. അപ്പം അന്ന് ഞാൻ ഏതോ ഒരു പടം ചെയ്യുമ്പോൾ അങ്ങനെ നടന്ന അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് വിചാരിച്ചു അവസാന കാലം ഇവിടെ വരണം. അങ്ങനെ ആഗ്രഹം സഫലമായി. ഒരുപാട് സമയങ്ങളുണ്ടല്ലോ. ഞാനൊരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല. നന്നായി ഭക്ഷണം ഉണ്ടാക്കുമല്ലേ? രാവിലെ ആദ്യം ചെയ്യുന്ന പണി പൊടി തുടയ്ക്കുക. വീട്ടിലിരിക്കുന്ന സർവ്വ സാധനവും തുടച്ചു വെക്കും. ഈറത്തുണിയിൽ തുടയ്ക്കും. അത് കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി അവിടെ ഇരിക്കും. രാവിലെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മുറുക്കും, വെറ്റില മുറുക്കും. 30 വർഷമായി. ഒന്നുമില്ല, അന്ന് എൻ്റെ കൂടെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു. പക്ഷെ നൂറൊന്നും ചേർക്കില്ല, വെറ്റില മാത്രം. എല്ലാം മുറുക്കും നന്നായിട്ട്. പുകയിലയും ചേർക്കും. രാവിലെ 2 പ്രാവശ്യം കണ്ട അങ്ങനെ മുറുക്കുന്ന ഒരാളെന്ന് ആരും പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് വരട്ടെ. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, തീർച്ചയായിട്ടും ചേച്ചിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ചേച്ചിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവാം. പക്ഷേ ചേച്ചിയുടെ ആദ്യ ആഗ്രഹമായ ഒരു ഗായിക എന്ന നിലയിൽ സിനിമയിൽ ചേച്ചി ആഗ്രഹിച്ച പോലെ ഉന്നതങ്ങളിൽ എത്താൻ കഴിയാതെ പോയതിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഖിന്നത തോന്നിയിട്ടുണ്ടോ? അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് കവിയൂർ പൊന്നമ്മയായിട്ട് തന്നെ ആവാനാണ് ഇഷ്ടം.
പക്ഷേ സംഗീതം വേണം. എനിക്ക് ഈ ജീവിതം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എനിക്ക് കവിയൂർ പൊന്നമ്മയാകാനാണ് ഇഷ്ടം. രണ്ടാമതൊരു ജന്മം ഉണ്ടെങ്കിലും കവിയൂർ പൊന്നമ്മയായിരിക്കും. പക്ഷെ പാട്ടുകാരി കവിയൂർ പൊന്നമ്മയായിരിക്കും. അതന്നെ, അതെ, തീർച്ചയായിട്ടും. അഭിനയ രംഗത്ത് ഒരുപാട് നാഴികക്കല്ലുകൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഗാനം എന്നുള്ളത് സാധനം അവിടെ കിടക്കുക. അതൊരു വലിയ വിഷമമായിട്ട് മനസ്സിലെപ്പോഴുണ്ട്. എന്തായാലും ചേച്ചിക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. എന്താ കാരണം, ചേച്ചി മലയാളിയുടെ അമ്മയായി ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചു. നമ്മൾ നേരത്തെ കണ്ട കിരീടമൊക്കെ പോലുള്ള സിനിമകളിൽ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ സിനിമയോടുള്ള ചേച്ചിയുടെ കലഹത്തിൻ്റെ അടിസ്ഥാനം ചേച്ചി അഭിനയിച്ച അത്തരം മികച്ച സിനിമകളാണ്. മലയാളിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ചേച്ചിക്ക് ഈ പറഞ്ഞ ചില സിനിമകൾ കാണുമ്പോൾ ഒരു വിമ്മിഷ്ടവും വീർപ്പുമുണ്ട്. ചേച്ചിക്ക് സന്തോഷിക്കാനും ചേച്ചിയുടെ സംതൃപ്തിക്കും എല്ലാ സ്ഥാനം നൽകുന്ന സിനിമകളാണ്. അവശേഷിക്കുന്ന ഈ ആഗ്രഹം, ഗായികയുടെ ആഗ്രഹം, അതും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അതും സാർത്ഥകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് ഈ പൊന്ന അമ്മയ്ക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു.